കൗമാരപ്രായക്കാരുടെ ബെഡ്റൂം പൊതുവേ പാരൻസിനുള്ള ഒരു കൺസേൺ ആണ്. അടുക്കിപ്പെറുക്കി വെക്കൂല, വൃത്തിയില്ല, വലിച്ചു വാരിയിടുന്നു, ഇതൊക്കെയാണ് പൊതുവെ കേൾക്കുന്ന ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ടീനേജറുടെ റൂം എന്ന് പറയുന്നത് വൃത്തിയില്ലാത്ത മെസ്സി ആയ ഒരു റൂമിനപ്പുറം അവിടെ ഒരു സൈക്കോളജിക്കൽ ഷിഫ്റ്റാണ് ശരിക്കും സംഭവിക്കുന്നത്. കൗമാരപ്രായക്കാരുടെ റൂം എന്ന് പറയുന്നത് അവർക്ക് ഉറങ്ങാനും അവരുടെ ഡ്രസ്സൊക്കെ അടുക്കി പെറുക്കി വെക്കാനും ഉള്ള ഒരു സ്ഥലത്തിനപ്പുറം അവരുടെ ഒരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യാൻ, അവരുടെ ഒരു ഫ്രീഡം, അവരുടെ ഒരു പ്രൈവസി, അവരുടെ ഒരു സെൽഫ് എക്സ്പ്ലോറേഷനുള്ള ഒരു സ്പേസാണ്. പക്ഷെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ആ റൂം എന്ന് പറയുന്നത് അവരുടെ വീടിൻ്റെ ഒരു പാർട്ടാണ്. അവിടെ വൃത്തി വേണം, ഡിസിപ്ലിൻ വേണം, ആ വീട്ടിൽ എന്തൊക്കെയോ നോംസ് ആണോ ഫോളോ ചെയ്യുന്നത് അതൊക്കെ ആ റൂമിലും ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധം അവർക്കുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും പാരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. അഡോളസൻ സ്റ്റേജിൽ പൊതുവായി കാണുന്ന രണ്ട് ഡിസയേഴ്സാണ്. ഒന്ന്, അവരുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം, അതായത് താൻ ആരാണ്, താൻ എന്തായി തീരണം, താൻ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആകുന്നു എന്നൊക്കെയുള്ള ഒരു സെർച്ച്. രണ്ടാമത്തത് ഫ്രീഡാണ്. തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രൈവസിക്ക്, ഇതിനൊക്കെ ഒരു ഫ്രീഡം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ടീനേജറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം എന്ന് പറയുന്ന ഈ റൂം ശരിക്കും ഇതിലേക്കൊക്കെയുള്ള ഒരു സിമ്പിളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പാരൻസിന് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് കൃത്യമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരുടെ ഐഡൻറ്റിറ്റീനെ അല്ലെങ്കിൽ അവരുടെ ഫ്രീഡത്തിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഈ റൂം എന്ന് പറയുന്നത് ഒരു ഡിസ്കഷൻ ആക്കി മാറ്റുക. അതായത് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അതിലെന്തെങ്കിലും റിനോവേഷൻസ് വേണോ, എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് നമ്മളായിട്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് തന്നെ തോന്നും, ഓക്കെ, എൻ്റെ പാരൻ്റ് എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ പ്രൈവസിയെ മാനിക്കുന്നുണ്ട്, സോ ഈ ഒരു വീടിൻ്റെ റൂൾസിനോടും നോംസിനോടും ഞാൻ അലൈൻ ചെയ്യുന്നതിൽ വലിയ പ്രശ്നമില്ല എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ തന്നെ വന്നു തുടങ്ങും. പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മെസ്സി റൂം എന്ന് പറയുന്നത് ഒരു റെബല്യസ് ചൈൽഡിനപ്പുറം അവിടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ സ്വന്തം ഐഡൻറ്റിറ്റി ഫോം ചെയ്യാനുള്ള ഒരു കുട്ടിയുടെ ഡിസയറാണ് അവിടെ കാണിക്കുന്നത്. അവരുടെ ഈ ഒരു സ്പേസിനെ ഒരു യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റി ഒരു ഗ്രോയിങ് എൻവയോൺമെൻ്റ് ആക്കാൻ നല്ലൊരു ഹെൽത്തി കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്.